ശ്രദ്ധിക്കേണ്ട വളരെ ലളിതമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി സമൂഹത്തിൽ അവനക്ക് ലഭിക്കേണ്ട അംഗീകാരം അത് അവൻ്റെ പ്രവൃത്തിയുടെയും പെരുമാറ്റത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. എന്നതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് തൻ്റെ ആന്തരിക വ്യക്തിത്വം തന്നെ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രവൃത്തിയും പെരുമാറ്റവും അവനോട് തന്നെയുള്ളത് അതിൽ ആത്മാർത്ഥ പാലിക്കുന്നതിലാണ് അവൻ്റെ അംഗീകാരം അവിടെ ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ തമാശക്ക് പറയുന്ന പല വാക്കുകളും വെറും വാക്കുകൾ എന്ന് പറയില്ലേ, കുട്ടി വാക്കുകൾ, തമാശ വാക്കുകൾ, അത് നമ്മളുടെ ആന്തരിക ശുദ്ധിക്ക് നിരക്കാത്ത വാക്കുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളെങ്കിലും പറയുന്നത് ഒരു വിഡ്ഢിത്തായിട്ടുള്ള കാര്യമാണെങ്കിൽ അതിനോട് സാമാന്യമായിട്ട് അയാൾക്ക് ചേർന്ന നിലക്കൊന്ന് സംസാരിച്ച് കൊടുക്കുക. അത് എന്തുണ്ടാവും, നമ്മളുടെ വളർച്ചനെ ബാധിക്കും. നമ്മളുടെ ആന്തരിക സ്ഥിരത എന്ന് വെച്ചാൽ ഒരു മേക്കിങ് ഉള്ളിൽ നടക്കുന്നുണ്ട്, അതിൽ കോട്ടം സംഭവിക്കും. അവിടെ പിന്നെ രണ്ടാമത് നമ്മൾ റീമേക്കിങ്ങിന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കുട്ടി വർത്തമാനങ്ങൾ, കൊച്ചു വർത്തമാനങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ച് അത്യാവശ്യം സംസാരിക്കേണ്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും അത്യാവശ്യം നോക്കേണ്ട സ്ഥലങ്ങൾക്ക് മാത്രം നോക്കുക ചെയ്യാം. നടക്കുമ്പോൾ എപ്പോഴും കഴിയുന്നതും കുമ്പിട്ടാണ് നടക്കേണ്ടത്. എന്നുവെച്ചാൽ മറ്റുള്ള കാഴ്ചകൾ കാണുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിൽ ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ ചിത്രങ്ങൾ നമ്മളെ വിദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യിപ്പിക്കും. അപ്പം നാം ചെയ്യേണ്ടത് സംസാരം, അതുപോലെ തന്നെ കാഴ്ച, ഇതിനെ ശ്രദ്ധിക്കുക. ഭക്ഷണം, ഉറക്ക് എന്ന് മറ്റൊരു വലിയ കാര്യമാണ്, അതെല്ലാവർക്കും കഴിയില്ല. ഇത് രണ്ട് കാര്യം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആത്മീയയാത്രയിൽ ഒരു ദിശ കീഴടക്കാൻ നമുക്ക് കഴിയും.